മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഉൽപ്പത്തി 14:22 ബുക്ക് ഓഫ് ജനേസിസ് ചാപ്റ്റർ 14:22 എബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ മുൻപിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു, പരസഹായമോ ഉപദ്രവമോ അല്ല നമ്മുടെ ജീവിതത്തിന്റെ വിജയാപജയങ്ങൾക്ക് അടിസ്ഥാനം. ദൈവവും നാമും ചേർന്ന് പ്രവർത്തിച്ചാൽ നാം വിജയിക്കും. അതാണ് ഉയർച്ചയിലേക്കുള്ള ഗോവണി. മലനാട്ടിലെ രാജാക്കന്മാരിൽ നിന്നും ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തിയ എബ്രാഹിമിന് സോദോം രാജാവ് സമ്മാനങ്ങൾ നീട്ടിയപ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചില്ല. ദൈവം തന്നെ സഹായിക്കുമെന്ന് അബ്രഹാമിന് നിശ്ചയമായിരുന്നു. ദൈവമല്ലാതെ മറ്റൊരു ഉപാധി അതിനിടയിൽ വരുവാൻ എബ്രഹാം ഇഷ്ടപ്പെട്ടില്ല. ആത്മാഭിമാനവും ദൈവത്തോട് ചേർന്നുള്ള സ്വാശ്രയവും എബ്രഹാം വലുതായി കരുതി. പിൽക്കാലത്ത് സാറാ മരിക്കുമ്പോൾ ശ്മശാന ഭൂമി ദാനമായി കൊടുക്കുവാൻ ഹിത്യർ തയ്യാറായെങ്കിലും വില കൊടുത്ത് സ്ഥലം വാങ്ങിയാണ് എബ്രഹാം സാറായുടെ ശവം സംസ്കരിച്ചു. ബൈബിളിൽ പേർ ചേർക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും ആത്മാഭിമാനികളായിരുന്നു. എലീശാ പ്രവാചകന് നൈമാൻ സംഭാവനകൾ ചെയ്യുവാൻ ഒരുമ്പെട്ടെങ്കിലും പ്രവാചകനെ സ്വീകരിച്ചു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൈകൊണ്ട് അധ്വാനിച്ച് കൂടാരപ്പണി ചെയ്താണ് ഉപജീവിച്ചത്. താൻ ആരോടും ഒന്നും വെറുതെ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ ശേഷം ഈ പ്രശംസ തനിക്ക് ആരെങ്കിലും ഇല്ലാതാക്കുന്നതിനേക്കാൾ മരിക്കുകയാണ് ഏറെ നല്ലത് എന്ന് പറയുന്നു. ദൈവത്തെ വിശ്വസിച്ച് ആശ്രയിച്ച് സ്വന്തം കഴിവുകൾ ഉപയോഗിച്ചവർ മാത്രമേ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളൂ. എന്നെ സഹായിച്ചില്ല എന്ന ആത്മാലാപം ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല. ആത്മാഭിമാനം നമുക്കുണ്ടാവണം. അതോടെ ദൈവത്തോട് ചേർന്നുള്ള ഒരു സ്വാശ്രയ ബോധം, അതാണ് നമുക്ക് ആവശ്യം. നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായിരിക്കും. നമ്മുടെ കർത്താവിശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.